കേട്ടു അവന്റെ തൂക്കയറ് ഊരി. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ തൂക്കയറ് ഊരാൻ പാടില്ല. ഞങ്ങൾ ആരും ചെവി അറിയാതെ ഞങ്ങളും അറിയാതെ തൂക്കയറ് ഇവര് സ്വന്തം ആരാണ് അമീർ ഇസ്ലാമിന്റെ തൂക്കയറ് ഊരിയ അവര് ജോലി കളയണം. അവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല. അവര് നഷ്ടപരിഹാരം വെക്കണം. എന്തിനാ? അമീർ ഇസ്ലാമിന് എന്റെ കൊച്ചിനെ കൊന്ന് ഇത്രയും കഷ്ണമായിട്ട് എന്റെ കൊച്ചിനെ വെട്ടി നുറുക്കി അവനെ കൊന്ന എന്റെ കൊച്ചിനെ കൊന്നവനെ തൂക്കയറ് ഞങ്ങളും അറിയാതെ ഇവന്റെ തൂക്കയറ് ഊരിയന് എന്തിനാ? അതിന് നഷ്ടപരിഹാരം വെക്കണം അവര്. പക്ഷെ എന്റെ കൊച്ചിനെ കൊന്ന് ഇപ്പൊ ഗോവിന്ദസ്വാമി സൗമ്യവധ കേസ് കിടത്തിയ ആളൂരാനെയാണ് ഇപ്പൊ ഇവര് നടത്തിക്കൊണ്ടിരിക്കണേന്ന് പുറത്തുനിന്ന് ഞാൻ കേട്ടറിവാണ്. ഇപ്പൊ ആളൂരാനും ഒരു കോർട്ട് കേസ് വാദിക്കുന്നതിന് 1.5 ലക്ഷം രൂപയാണ് കൊടുക്കണം. ഈ അമീർ ഇസ്ലാമിന് തീരെ ദരിദ്രനായവന് ഈ 1.5 ലക്ഷം രൂപ ഇവന് കേസ് നടത്താൻ ആരാ കൊടുക്കണേ? അതെന്താ ആരും ചോദ്യം ചെയ്യാത്ത? ഇതെന്താ കൊണ്ടുവരത്താത്ത വെളിച്ചത്ത്? എന്റെ കൊച്ചിന്റെ കേസ് നടത്തിയ കൊല്ലാനിട്ടിരിക്കുന്ന അവന് കേസ് നടത്താൻ ആരാണ് ഇവിടെ പൈസ കൊണ്ടു കൊടുക്കണേ? ഇപ്പൊ അവനോട് 14 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ആളൂരെ ഇവന്റെ കേസ് കിടത്താൻ. ഈ 14 ലക്ഷം രൂപ ഈ അമീർ ഇസ്ലാമിന് ആരാണ് കൊടുക്കണേ? ഇതാരാണെന്നൊന്ന് എന്താ പുറത്ത് പറയാത്തവര്? എന്താ ഇവര് കള്ളത്തരത്തിൽ ഇവന് കാശ് കൊടുത്തോണ്ടിരിക്കുന്ന ആരാന്ന് പുറത്തു വരുത്തണം. അവര് പുറത്തു വരണം, വന്നേ പറ്റൂ. അപ്പൊ ഈ പുലയ സംഘടനയുടെ ആൾക്കാർ വന്ന് എനിക്ക് ഈ 8.25 ലക്ഷം കൊണ്ടുവന്ന് ഇട്ടു. അപ്പൊ ഈ എല്ലാ പൈസകൾക്കും കിടക്കണമുണ്ട്. എനിക്ക് 102 ഡിഗ്രി പനി, 700 ഷുഗറും കൂടി വന്നപ്പോ ഞാൻ ആശുപത്രിയിൽ സാഞ്ചോലി നാട്ടിൽ പ്രൈവറ്റ് ആശുപത്രി പോയി. കൂടുതലായിരുന്നു, അതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. കൂടിയപ്പോഴാണ് അങ്ങടേക്ക് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ സാബു റീസ് എന്നും പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ അവർക്ക് ഇത് കൂടുതൽ ഇങ്ങനെ കൂടണമുണ്ട്, അവർക്ക് പേടി. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്കിങ്ങനെ ഷുഗറൊക്കെ കൂടുതലാ. അപ്പൊ പോലീസുകാരോട് അന്ന് നിന്ന വനിതാ പോലീസിനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മാറ്റാണ്, സ്ഥലം വേറെ ആശുപത്രിയിലേക്ക് മാറ്റാൻ റെഫർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം പോകാൻ ഇവിടെ അടയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് ബാങ്കിൽ ചെന്ന് കാശ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ കാശ് തരാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ സംഭവങ്ങൾ അറിഞ്ഞു തുടങ്ങണത്. സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. ഞാനല്ല കാശൊക്കെ അന്ന് രാജമാണിക്യ സാറ് ഉണ്ടായിരുന്നെ. കളക്ടും പുറമേ ഉള്ള ആൾക്കാർ ആരൊക്കെയാണോന്നൊന്നും അറിയില്ല. ഇത് പിരിക്കാൻ ഇറങ്ങിയ ആളുകള്, പാർട്ടിയുടെ ഏതൊക്കെയോ ആളുകൾ ആരൊക്കെയാണോന്നൊന്നും എനിക്കറിയില്ല. അത്രയും ബന്ധമില്ലാതെ ഇങ്ങനെ കാശ് പിരിക്കാൻ ഇറങ്ങൂലല്ലോ. പക്ഷെ കാശ് ഇവര് കാശ് പിരിച്ചു എന്നുള്ള ലോകൊട്ടാകെ എല്ലാവർക്കും അറിയാം. എനിക്കറിയണ പോലെ അവർക്ക് അറിയണ പോലെയാണ് എനിക്കും അറിയാവുന്നത്. പക്ഷെ ഇവിടെ കാശ് പിരിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ മൊത്തം പറയണത് 3-4 തലമുറകൾക്ക് ജീവിക്കാൻ കോടികൾ വന്നു എന്നാണ് പറയുന്നത്.